ഈ ഗ്രേസമ്മ എന്ന് പറയുന്ന കഥാപാത്രം മഴതോരും മുമ്പേ ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഈ കഥാപാത്രം അനുഷ്ഠിച്ച് തന്നെ ചെയ്യണം എന്നൊരു കോള് വരുന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു സന്തോഷം? ആ ഒരു കാര്യത്തിൽ ഞാൻ അതിന്റെ ഫുൾ ക്രെഡിറ്റും ഗോസ് ടു ജെറി. ജെറിയാണ് ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം എന്നിൽ നിക്ഷിപ്തമാക്കി തന്ന ഒരു മനുഷ്യൻ. കാരണം എന്താ വെച്ചാൽ മധുര നൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന സീരിയലിലൂടെയാണ് ഞാൻ ജെറീനെ പരിചയപ്പെടുന്നത്. അതിലെ ക്യാമറമാൻ ആയിരുന്നു ജെറി. അപ്പൊ അന്ന് ജെറി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ചേച്ചി ഞാൻ ചേച്ചിക്ക് ഒരു നല്ല കഥാപാത്രം തരും. അത് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സീരിയൽ രൂപപ്പെടുന്നത് കുറച്ച് കാലഘട്ടം ത്തിലൂടെയാണ്. ജെറി ഇത് പറയുമ്പോ എത്ര വർഷങ്ങളായിരുന്നു? അത് കുറെ അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 8 മാസം 1 വർഷത്തോളം എടുത്തു തോന്നുന്നു ഈ ഒരു സീരിയല് എന്താ പറയാ ഫലത്തിൽ വരാൻ എടുത്ത ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഇനിയിപ്പോൾ എന്നെ മാറ്റി വേറെ ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന്. പക്ഷെ അന്നും ജെറി എനിക്ക് ഭയങ്കര വലിയൊരു വാക്ക് തന്നായിരുന്നു, ചേച്ചി തന്നെയാണ് ആ കഥാപാത്രം ചെയ്യുക എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ചേച്ചിയിൽ ആ ഒരു ഗ്രേസ് അമ്മേനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ജെറി ഈ ഒരു കഥ വായിച്ച് ഇതിനെക്കുറിച്ചൊരു അവരുടെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്തും ഒരുപാട് പേര് ഒബ്വിയസ്ലി ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടാവുമല്ലോ. പക്ഷെ ജെറിയുടെ ഒരു കടുംപിടുത്തം, മനീഷ ചേച്ചി തന്നെ വേണം എന്ന് പറയുന്ന ആ ഒരു കടുംപിടുത്തം ഉണ്ടായിരുന്നു. എനിക്ക് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണിത്. അവിടെയാണ് എനിക്ക് ജെറീനോട് എനിക്ക് കുറച്ചും കൂടി ബഹുമാനം തോന്നുന്നത്. കാരണം ഞാനൊരു കൊമേഡിയനായിട്ടും ഒരു വില്ലത്തിയായിട്ടും അഭിനയിച്ചു വന്നിരുന്ന ഒരു ആളാണ്. വില്ലത്തി എന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്ത് എല്ലാവരും വില്ലത്തി എന്ന് പറയുമ്പോൾ അത് മനീഷനെ ചൂസ് ചെയ്യാം, അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇത്രയും പക്വമായിട്ടും ഇത്രയും സിമ്പിളായിട്ടും ഇത്രയും എന്താ പറയുക സ്നേഹത്തോടെയും ഒരു കഥാപാത്രത്തെ ചെയ്യാൻ മനീഷയെ കൊണ്ട് പറ്റും എന്ന് കാണിച്ചു തന്നതാണ്. ശരിക്കും സിനിമകളിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഒരു പോലീസ് കഥാപാത്രം ചെയ്ത ജീവിതകാലം മുഴുവൻ പോലീസ് കഥാപാത്രം ചെയ്യേണ്ടി വരും. അതെ, ഒരു വില്ലൻ ചെയ്ത ജീവിതകാലം മുഴുവൻ വില്ലൻ കഥാപാത്രം. ശരിക്കും അപ്പം ആ കഥാപാത്രങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം എനിക്ക് കിട്ടണം. തീർച്ചയായിട്ടും. അല്ല, ഇതിലിപ്പം ഞാൻ അതാ പറയുന്നത്, നമുക്കൊരു അവസരം കിട്ടിയാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റും. വളരെ സട്ടിലായിട്ട് ചെയ്യേണ്ട, ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാണ് കേട്ടോ. ഒരു അതിഭാവുകത്വവും കാണിക്കാതെ വളരെ സട്ടില. ഞാനിപ്പോ ഈ ലിപ്സ്റ്റിക് ഇട്ടത് പോലും ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. ഞാൻ സീരിയലിൽ ഈ ലിപ്സ്റ്റിക് വളരെ സിമ്പിൾ ആയിട്ട്, അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ലുക്കാണ് ഈ സീരിയൽ എല്ലാവരും. അപ്പോൾ സട്ടിലായിട്ട് അഭിനയിച്ചാൽ മതി. നമ്മൾ ഒരുപാട് എന്താ പറയുക, ഞാൻ ഇപ്പം തട്ടിമുട്ടിയിലെ വാസവദത്ത എന്ന് പറഞ്ഞ കഥാപാത്രം ആണെങ്കിലൊക്കെ ഓവർ ആക്ടിങ് ആണ്. ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ക്യാരക്ടറാണ് അത്. അങ്ങനെ കൊടുത്താലേ ആ കഥാപാത്രം ഇമ്പാക്റ്റ് ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് കഥാപാത്രങ്ങൾ. ഈ ഒരു സീരിയലിൽ ആദ്യം വരുന്ന സമയത്ത് നെഗറ്റീവ് റോൾ ആയിരുന്നു. അപ്പൊ ഈ നെഗറ്റീവ് റോൾ ചെയ്ത് വന്ന് പിന്നെ ഇപ്പം ഭയങ്കര പോസിറ്റീവായിട്ട് മാറി. ആ ഒരു ചേഞ്ച് എങ്ങനെ ഏറ്റെടുത്തു? ആ ചേഞ്ച് തുടക്കത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ആദ്യം ഒരു വില്ലത്തി ആയിരിക്കും. കാരണം ജനങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, അതായത് ഒരു തെറ്റിദ്ധാരണ കൊടുത്തിട്ട് ആണ് നമ്മൾ ശരിക്കുള്ള ഗ്രേസമ്മ എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വരുമ്പോൾ ഭയങ്കര അയ്യേ ഇവളാണോ എൻ്റെ വീട്ടിൽ, അങ്ങനെ ഭയങ്കര പെട്ടെന്ന് എല്ലാവരും വിചാരിച്ചു എൻ്റെ ദൈവമേ ഈ പാവം കൊച്ച് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ വീട്ടിൽ പോയിട്ട് ഈ ഗ്രേസമ്മ അതിനെ കൊല വിളിക്കുമെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു ആൾക്കാർ. ആ തെറ്റിദ്ധാരണ വരുത്തണം എന്നാണ് തുടക്കത്തിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ സംരക്ഷിച്ച് വന്ന ഈ കുട്ടി ദൈവതുല്യം കണ്ടിരുന്ന ബ്രിജിത്താമ്മ എന്ന് പറയുന്ന കഥാപാത്രം മരണപ്പെടുകയും അവിടെ ആ കുട്ടി അനാഥത്വം എന്ന് പറയുന്നത് അത്രയും കാലം അവൾക്ക് മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്നാണ് അവള് എനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു ഒറ്റപ്പെടലിലേക്ക് വരുന്നത്. അവിടെ കൂട്ടിപ്പിടിക്കുകയാണ് ഗ്രേസമ്മയും മാമച്ചനും. വില്ലത്തിയായിട്ടുള്ള വ്യക്തി പിന്നെ ഒരു ചേർത്തുപിടുത്തം. അതെ, പിന്നെ എന്താ അങ്ങ് നെഞ്ചിലേക്ക് അങ്ങ് ചേർത്ത് പിടിച്ച് അവിടുന്ന് ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം വേറൊരു തലത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. ഈ പുറത്തൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ സീരിയൽ ഏറ്റെടുത്തെന്ന് തോന്നിയിട്ടുണ്ടോ? 100%. അയ്യോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജിൻ, ഈ ഗ്രേസമ്മയും മാമച്ചനും വളരെ കുറച്ച് എപ്പിസോഡുകളിലേ എത്തുന്നുള്ളൂ. പക്ഷെ വരുന്ന എപ്പിസോഡ് കിടുക്കി തിമിർത്തു തകർത്തു. അത് മാത്രമല്ല, ബാലചന്ദ്രനും വൈജയന്തിക്കും ഒപ്പം തന്നെ ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും, സെക്കൻഡ് ഹീറോയിനാണ് രേവതിക്കുട്ടി, മാമച്ചനും ഗ്രേസമ്മയും ഉണ്ട് എന്നുള്ളത് ആണ് ഈ കഥാപാത്രങ്ങളുടെ എന്താ പറയുക കാണിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ.